കണ്ണൻ നായർ മായി കണ്ണൻ കണ്ടു നിൽക്കാനാവാത്ത എന്താണ് ഒന്നിച്ച് കളിച്ചും ചിരിച്ച് കണ്ണൻ വാക്കുകൾ പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥ. ഈ സങ്കടം കണ്ടു നിൽക്കാനാവുന്നില്ല. വിശദാംശങ്ങൾ പറയൂ കണ്ണൻ. അതിദാരുണമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പുല്ലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിലുള്ളത്. കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ ഓടിക്കളിച്ച് നടന്ന ഒരു കുഞ്ഞാണ്. കഴിഞ്ഞ 28-ാം തീയതിയാണ് ഈ തെരുവുനായയുടെ കടിയേൽക്കുന്നത്. തെരുവുനായ ഈ കുട്ടി വീടിനുള്ളിൽ നിൽക്കുകയായിരുന്നു. അവിടേക്ക് എത്തിയാണ് തെരുവുനായ കുഞ്ഞിനെ കടിക്കുന്നത്. ഇടത് കൈയുടെ മുകൾ ഭാഗത്താണ് കടിയേറ്റത്. ആ സമയത്ത് പലതരോടുകൂടിയാണ് കടിയേറ്റത്. അതിനുശേഷം തന്റെ 12-ോടുകൂടി വിളക്കുടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ കുത്തിവയ്പ് നൽകി. അതിനുശേഷം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലെത്തി പേവിഷബാധയ്ക്ക് എതിരെയുള്ള കുത്തിവയ്പും നൽകുകയുണ്ടായി. പിന്നീട് 11-ാം തീയതിയും 15-ാം തീയതിയും കുഞ്ഞിനെ കുത്തിവയ്പ്പെടുത്തു. അപ്പോഴൊക്കെ തന്നെ മറ്റു ലക്ഷണങ്ങളൊന്നും കാണാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എന്നാണ് വീട്ടുകാർ കരുതിയിരുന്നത്. 28-ാം തീയതിയോടുകൂടിയാണ് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിൽ പനിയടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ആദ്യം പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി കുഞ്ഞിന്റെ അവസ്ഥ കൂടുതൽ ഒരു മോശമായി. അങ്ങനെ 2 മണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ ഭൗതിക ശരീരം പുല്ലൂർ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞിന്റെ ഭൗതിക ശരീരം മണ്ണിലേക്ക് മടങ്ങും. കുറച്ചു മുമ്പ് അമ്മ ഒരു പ്രതികരണം നടത്തിയിരുന്നു. കാര്യം അവിടെ വീട് ഈ 2 സ്ഥലവും ഈ സംസ്കാരം നടക്കുന്ന സ്ഥലവും വീടും അല്പം ദൂരവ്യത്യാസമുള്ള സ്ഥലങ്ങളാണ്. ആ വീട്ടിൽ വെച്ചാണ് കടിയേറ്റത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തൊക്കെ തന്നെ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. അതുകൊണ്ട് തെരുവുനായ വളരെ വലിയ രീതിയിൽ അവിടെ ഉള്ള ഒരു പ്രദേശമാണ്. അവിടെ മാലിന്യം ഇടരുത് എന്ന് പ്രദേശവാസികളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവരാരും ആ കാര്യം കേട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഭാവിയിൽ ഒരു അമ്മയ്ക്കും ഉണ്ടാകരുത് എന്ന് നിറകണ്ണുകളോടുകൂടി ആ അമ്മ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ആശുപത്രിയിൽ വെച്ച് കുഞ്ഞുവാന്റെ മൃതദേഹമായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആ അമ്മയുടെ പ്രതികരണം വന്നത്. ഒരു സൂക്ഷ്മതക്കുറവ് ഉണ്ടായത് മൂലമാണ് തെരുവുനായ വളരുകയും അങ്ങനെ തന്റെ മകൾക്ക് മരണം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ആ 7 വയസ്സുള്ള നിയ ഫൈസൽ എന്ന് പറയുന്ന കുഞ്ഞ് മണ്ണിലേക്ക് മടങ്ങും. ശരി കണ്ണൻ. നിയ ഫൈസലിന്റെ അവസാന യാത്രയാണ്. പേവിഷബാധയേറ്റുള്ള മരണം നമ്മളെ ആകെ പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, എത്ര നിർഭാഗ്യകരമാണ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്ന